കേരളത്തിൽ നടുക്കിയ ബോട്ട് അപകടത്തിൽ മരണസംഖ്യ ഉയർന്നു. അപകടത്തിൽ 22 മരണം സ്ഥിരീകരിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 21 അംഗ സംഘം താനൂരിലെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. താനൂർ ബോട്ട് അപകടത്തിൽ 22 മരണമാണ് സ്ഥിരീകരിച്ചത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 21 അംഗ സംഘം താനൂരിലെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇൻസ്പെക്ടർ അർജുൻ പാൽ രാജ്പുത്തിന്റെ നേതൃത്വത്തിലാണ് ശ്രമങ്ങൾ നടക്കുന്നത്. ഔദ്യോഗിക തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിനായി നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളുടെ അഭ്യർത്ഥന മാനിച്ച് അനൌദ്യോഗിക തെരച്ചിൽ തുടരുകയായിരുന്നു. അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രാത്രി വൈകിയും തെരച്ചിൽ നടത്തി. ഇതുവരെ സ്ഥിരീകരിച്ചത് 22 പേരുടെ മരണമാണ്. ഹസ്ന, സഫ്ന, ഫാത്തിമ മിൻഹ, സിദ്ദിഖ്, ജഴ്സിയ, അഫ്ലഹ്, അൻഷിദ്, റസീന, ഫൈസാൻ, സബ്രുദ്ദീൻ, ഷംന, ഹാദി ഫാത്തിമ, സഹറ, നെയ്റ, സഫ്ല ഷെറിൻ, റുഷ്ദ, ആദില ഷെറി, ഐഷാബി, അർഷാൻ, അദ്നാൻ, സീനത്ത്, ജെറിൻ എന്നിവയുടെ മൃതശരീരങ്ങളാണ് ലഭിച്ചത്. 3 കുട്ടികളടക്കം 10 പേർ ചികിത്സയിലുണ്ട്. പലരും വെന്റിലേറ്ററിലാണ്. ആയിഷ, മുഹമ്മദ് അഫ്താദ്, ഫസ്ന, ഹസീജ, നുസ്രത്ത്, സുബേദ എന്നിവരാണ് ചികിത്സയിലുള്ളത്. 3 പേരുടെ വിവരങ്ങൾ ഇനി ലഭ്യമായിട്ടില്ല. താനൂർ ഒട്ടുപുരം തൂവൽ തീരം ബീച്ചിലാണ് വിനോദസഞ്ചാരികളുമായി സഞ്ചരിച്ച ബോട്ട് മുങ്ങിയത്. സംഭവത്തിൽ ഏകോപിതമായി അടിയന്തര രക്ഷാപ്രവർത്തനം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. മുഴുവൻ സംവിധാനങ്ങളും ഏകോപിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും മന്ത്രി അബ്ദുറഹ്മാനുമാണ് രക്ഷാപ്രവർത്തനത്തിന് ഏകോപന ചുമതല.